ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സെൽഫ് ഫിനാൻസിങ് MBBSൻ്റെ ഫീസ് സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിലവിൽ ഇതുവരെ 2025-26 ഫീസ് സ്ട്രക്ചർ കീമിൻ്റെ സൈറ്റിൽ അപ്ഡേറ്റഡ് ആയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് 2024-25 ഫീസ് സ്ട്രക്ചർ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫീസിനെക്കാട്ടിലും ഏകദേശം 5% ഇൻക്രീസ് ഇപ്രാവശ്യം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണേ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ 19 സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അത് അറിയണം എന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും അതിനെ പറ്റിയിട്ടൊന്ന് പറയാം ആദ്യം തന്നെ. അപ്പോൾ ആദ്യത്തെ കോളേജ് എന്ന് പറയുന്നത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. കോളേജ് വരുന്നത് തൃശ്ശൂരാണ് കേട്ടോ. രണ്ടാമത്തെ കോളേജ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആണ്. അതും വരുന്നത് തൃശ്ശൂർ തന്നെയാണ്. അടുത്ത കോളേജ് മലങ്കര ഓർത്തഡോക്സ് സിറിയാനി കോളേജാണ്. കോളേജ് വരുന്നത് കോലഞ്ചേരിയിലാണ് കേട്ടോ, എറണാകുളം തന്നെയാണ്. അടുത്ത കോളേജ് പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. കോളേജ് വരുന്നത് തിരുവല്ലയിലാണ്. അടുത്ത കോളേജ് MES മെഡിക്കൽ കോളേജാണ്. കോളേജ് വരുന്നത് മലപ്പുറത്താണ് കേട്ടോ. അപ്പോൾ അടുത്ത കോളേജ് എന്ന് പറയുന്നത് മലബാർ മെഡിക്കൽ കോളേജാണ്. കോളേജ് വരുന്നത് കോഴിക്കോടാണ്. അടുത്തത് ശ്രീ ഉത്രാടം കോളേജാണ്. SUT എന്ന് പറയും, ട്രിവാൻഡ്രത്താണ് കോളേജ് വരുന്നത്. ഇനി അടുത്തത് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. കോളേജ് വരുന്നത് എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ അടുത്തത് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജാണ്. കോളേജ് വരുന്നത് ട്രിവാൻഡ്രത്താണ്, വെഞ്ഞാറമൂട്. ഇനി അടുത്തത് മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ്. കോളേജ് വരുന്നത് പത്തനംതിട്ടയാണ്, അടൂര്. അടുത്തത് KMCT മെഡിക്കൽ കോളേജ്. കോളേജ് വരുന്നത് കോഴിക്കോടാണ്. അടുത്തത് ട്രാവൻകൂർ മെഡിക്കൽ കോളേജ്. കോളേജ് വരുന്നത് കൊല്ലത്താണ്. അടുത്തത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. കോളേജ് വരുന്നത് വയനാടാണ്. അടുത്തത് അസീസിയ മെഡിക്കൽ കോളേജ്. കോളേജ് വരുന്നത് കൊല്ലത്താണ്, മീയന്നൂർ. അടുത്തത് സോമർവിൽ മെഡിക്കൽ കോളേജ്, കാരക്കോണത്താണ്, ട്രിവാൻഡ്രത്താണ് കോളേജ് വരുന്നത്. അടുത്ത കോളേജ് കരുണ മെഡിക്കൽ കോളേജ്. കോളേജ് വരുന്നത് പാലക്കാടാണ്. അടുത്തത് അല്ലസർ മെഡിക്കൽ കോളേജ്. കോളേജ് വരുന്നത് തൊടുപുഴയാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ബിലീവേഴ്സ് മെഡിക്കൽ കോളേജാണ്. കോളേജ് വരുന്നത് തിരുവല്ലയിലാണ്. ഏറ്റവും ലാസ്റ്റ് PK ദാസ് മെഡിക്കൽ കോളേജാണ്. കോളേജ് വരുന്നത് പാലക്കാടാണ്. അപ്പോൾ നമുക്ക് മൊത്തം 19 സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ് കേട്ടോ ഉള്ളത്. ഏകദേശം സെയിം ഫീസ് സ്ട്രക്ചർ തന്നെ നമുക്ക് ഈ 19 സെൽഫ് ഫിനാൻസിങ് കോളേജസിനെ പറ്റിയിട്ടും പറയാൻ പറ്റത്തുള്ളൂ. എന്നാലും ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെറിയ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 5 വർഷം കാലയളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം ഒരു വലിയ ഡിഫറൻസ് ആണ്. അപ്പോൾ കൂടുതൽ ആളുകളും ഫീസ് കുറഞ്ഞിട്ടുള്ള നല്ല കോളേജസ് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യാറ്. അപ്പോൾ നമുക്ക് എന്തായാലും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂരിലെ ഫീസാണ് കേട്ടോ ഞാൻ ആദ്യം പറയുന്നത്. 8,16,038 രൂപയാണ് കേട്ടോ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഫീസായിട്ട് വരുന്നത്, ട്യൂഷൻ ഫീസായിട്ട് വരുന്നത്. പിന്നെ എനിക്ക് ഇതുവരെ നിലവിൽ സ്പെഷ്യൽ ഫീസ് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ കുറേ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കി, സ്പെഷ്യൽ ഫീസ് കിട്ടിയിട്ടില്ല. എന്നാലും ഫസ്റ്റ് ഇയറിൽ ഏകദേശം ഒരു 1,10,000 വരെ സ്പെഷ്യൽ ഫീസ് വരാം. അടുത്ത കൊല്ലം മുതൽ അതൊരു മാക്സിമം പോയി കഴിഞ്ഞാൽ 70,000 വരെ സ്പെഷ്യൽ ഫീസ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം പെർ ഇയർ ആണ് കേട്ടോ പറയുന്നത്. എല്ലാ കൊല്ലവും ട്യൂഷൻ ഫീസ് പ്ലസ് സ്പെഷ്യൽ ഫീസാണ് നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ അമലയിൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 8,16,038 രൂപ ട്യൂഷൻ ഫീസും ഏകദേശം 1,10,000 വരെ സ്പെഷ്യൽ ഫീസും വരാം. അങ്ങനെയാണ്. അടുത്ത കൊല്ലം, അതായത് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫൈനൽ ഇയർ, പിന്നെ നമ്മുടെ 5th ഇയർ, ഈ ഒരു സമയങ്ങളിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അടയ്ക്കേണ്ട സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നത് 70,000 റുപ്പീസാണ്. 70,000 പ്ലസ് 8,60,038 റുപ്പീസാണ് നമ്മൾ അടയ്ക്കേണ്ടത് കേട്ടോ. ജൂബിലിയിലും സെയിം ഫീസ് സ്ട്രക്ചറാണ്, മലങ്കരയിലും സെയിം ഫീസ് സ്ട്രക്ചറാണ്, പുഷ്പഗിരിയിലും സെയിം ഫീസ് സ്ട്രക്ചറാണ്, MESലും സെയിം ഫീസ് സ്ട്രക്ചറാണ്, മലബാറിലും സെയിം ഫീസ് തന്നെയാണ്. ഇനി അടുത്ത SUTയിലാണ് ഒരു ഡിഫറൻസ് വരുന്നത്. SUTൻ്റെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 7,76,504 ആണ് കേട്ടോ. 7,76,504 രൂപയാണ്. പിന്നെ സ്പെഷ്യൽ ഫീസ് പറഞ്ഞതുപോലെ തന്നെ 1,10,000 വരെ വരാം ഫസ്റ്റ് ഇയർ. അടുത്ത കൊല്ലം മുതൽ അതൊരു ഏകദേശം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 70,000 റേഞ്ചിലായിരിക്കും നിൽക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എറണാകുളമാണ്. അവിടെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 8,49,961 രൂപയാണ്. ഇത് ട്യൂഷൻ ഫീസാണ്. സ്പെഷ്യൽ ഫീസ് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1,10,000 വരെ വരാം. സെക്കൻഡ് ഇയർ മുതൽ അതൊരു 70,000 വരെ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ. അടുത്തത് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജാണ്, ട്രിവാൻഡ്രം. അവിടെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 7,71,595 രൂപയാണ്. അപ്പോൾ സ്പെഷ്യൽ ഫീസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1,10,000 വരത്തുള്ളൂ ഫസ്റ്റ് ഇയർ. സെക്കൻഡ് ഇയർ മുതൽ അതൊരു 70,000 റേഞ്ചിലേക്കായിരിക്കും. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജാണ്. കോളേജിലെ ഫീസ് വരുന്നത് 8,09,839 രൂപയാണ്. സ്പെഷ്യൽ ഫീസ് പറഞ്ഞതുപോലെ തന്നെ 1,10,000 വരെ മാക്സിമം ഫസ്റ്റ് ഇയർ വരാം. അടുത്ത കൊല്ലം മുതൽ ഇതൊരു 70,000 റേഞ്ചിലായിരിക്കും വരുന്നത്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് KMC
UCT മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ്. കോഴിക്കോട് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 8,07,324 രൂപയാണ്. സ്പെഷ്യൽ ഫീസ് പറഞ്ഞതുപോലെ തന്നെ 1,10,000 വരെ വരാം. സെക്കൻഡ് ഇയർ മുതൽ ഏകദേശം 70,000 റേഞ്ചിലേക്ക് വരാം. ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലം ഫീസ് വരുന്നത് 8,16,038 രൂപയാണ്. പെർ ഇയർ ഫീസാണ് കേട്ടോ ഈ പറയുന്നത്. സ്പെഷ്യൽ ഫീസ് 1,10,000 വരെ വരാം ഫസ്റ്റ് ഇയർ. സെക്കൻഡ് ഇയർ മുതൽ അതൊരു 70,000 റേഞ്ചിൽ തന്നെ ആയിരിക്കും. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാട് ട്യൂഷൻ ഫീസ് വരുന്നതെന്ന് പറയുന്നത് 8,86,779 രൂപയാണ്. അടുത്തത് അസീസിയ മെഡിക്കൽ കോളേജ് കൊല്ലമാണ്. അവിടെ വരുന്ന ഫീസും 8,16,038 രൂപയാണ്. അടുത്തത് നമ്മൾ പറയുന്നത് ഡോക്ടർ സോമർവെൽ മെഡിക്കൽ കോളേജ് ആണ്. അവിടെ വരുന്ന ഫീസും 8,16,038 രൂപ തന്നെയാണ്. അടുത്തത് കരുണ മെഡിക്കൽ കോളേജ് പാലക്കാടാണ്. അവിടെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 7,87,780 രൂപയാണ്. അല്ലസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ അവിടെയും 8,16,038 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് തിരുവല്ല 8,16,038 രൂപയാണ് കേട്ടോ ബിലീവേഴ്സിൽ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ ഒരു സിറ്റുവേഷൻ അറിയാം. നമ്മൾ 5 കൊല്ലത്തെ ഫീസ് അടയ്ക്കണം. അതായത് കോഴ്സ് എന്ന് പറയുന്നത് 4.5 വർഷവും പ്ലസ് 1 ഇയർ ഇൻറ്റേൺഷിപ്പാണ്. പക്ഷേ നമ്മൾ 5 കൊല്ലത്തെ ഫീസ് അടയ്ക്കേണ്ടി വരും. എല്ലാ കൊല്ലവും നമ്മൾ ട്യൂഷൻ ഫീസ് പ്ലസ് സ്പെഷ്യൽ ഫീസ് പ്ലസ് ഹോസ്റ്റൽ ഫീസാണ് അടയ്ക്കുന്നത്. പിന്നെ ഈ ഇത്രയും പറഞ്ഞതിൽ ഒരു കോളേജിൽ പോലും നമ്മൾ നിർബന്ധമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കണം എന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഡേ സ്കോളറായിട്ട് നിൽക്കാം. വീടിനടുത്തുള്ള കോളേജ് ആണെങ്കിൽ ഡേ സ്കോളറായിട്ട് നിൽക്കാം. അല്ലെങ്കിൽ നമുക്ക് പെയിൻ ഗസ്റ്റ് ആയിട്ട് വീടെടുത്ത് താമസിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏകദേശം എല്ലാം ഒരു 8 ലക്ഷം റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫീസ് സ്ട്രക്ചർ. എന്തായാലും കീമിൻ്റെ സൈഡിൽ പുതിയ ഫീസ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം കഴിഞ്ഞ കൊല്ലത്തെ വെച്ചൊരു വീഡിയോ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.